ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫേസ് അതായത് 10 മിനിറ്റ് കൊണ്ട് ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്ലോയും നല്ലൊരു റേഡിയൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന നല്ല കിടിലനായിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. മറ്റൊന്നുമല്ല, ഇപ്പോൾ റീസെന്റ് ആയിട്ട് വൈറലായിട്ടുള്ള നമ്മുടെ ഫോക്സ്റ്റൈലിലെ പർപ്പിൾ ക്ലേ മാസ്ക് ആണ് കേട്ടോ. ഈ ഒരു മാസ്കിനെ കുറിച്ചിട്ട് അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. നമ്മുടെ പോഴ്സ് ഒക്കെ നല്ല ഡീപ്പായിട്ട് ക്ലീൻ ചെയ്തിട്ട് പോഴ്സിന്റെ അടിയിൽ അല്ലെങ്കിൽ ഉള്ളിലൊക്കെ തങ്ങിക്കിടക്കുന്ന എക്സസ് ഓയിൽസും ഇംപ്യൂരിറ്റീസും ഡേർട്ടൊക്കെ നല്ല രീതിക്ക് റിമൂവ് ആയി കിട്ടാനും, അതായത് ഡീപ്പ് ക്ലെൻസിങ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഫേസ് മാസ്ക് അപ്ലൈ ചെയ്താൽ നമ്മുടെ സ്കിൻ അല്ലെങ്കിൽ നമ്മുടെ ഫേസ് യാതൊരുവിധ തരത്തിലും ഡ്രൈ ആവുന്നില്ല കേട്ടോ. ആ ഒരു മോയ്സ്ചറൈസേഷൻ നഷ്ടപ്പെടുന്നില്ല. നല്ല രീതിക്ക് ഹൈഡ്രേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മാസ്ക് കൂടിയാണ് നമ്മുടെ ഈ ഒരു ഡീടാൻ ഫേസ് മാസ്ക്. ഇനിയിപ്പോൾ ടാൻ ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ആ ടാൻ ഒക്കെ നല്ല രീതിക്ക് റിമൂവ് ആയി കിട്ടാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് 10 മിനിറ്റ് മാത്രം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ വാഷ് ഓഫ് ചെയ്ത് വരുമ്പോൾ തന്നെ ഈ ഒരു മാസ്കിന്റെ മാജിക്കൽ റിസൾട്ട് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ഡീടാൻ ഫേസ് മാസ്കിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നോക്കാം. അതോടൊപ്പം തന്നെ ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട്, എന്നിട്ട് നിങ്ങൾ ലൈവായിട്ട് ആ ഒരു റിസൾട്ടും കാണിക്കുന്നുണ്ട്. അപ്പോഴല്ലേ നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ വൈസിലേക്ക് കടക്കാം. ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു മാസ്ക് ഒക്കെ എത്ര നാള് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് വീക്കിലി യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ വീക്കിലി 2 or 3 ടൈംസ് മാത്രം യൂസ് ചെയ്യണം. ഡെയിലി മാസ്ക് ഒരു കാരണവശാലും അപ്ലൈ ചെയ്യരുത്. എപ്പോഴും നമ്മൾ വീക്കിലി ഇപ്പം മൺഡേ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു വെനസ്ഡേ അല്ലെങ്കിൽ 2 ദിവസം എടുത്തിട്ട് തേഴ്സ്ഡേ ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മൾ ഡെയിലി ക്ലെൻസർ യൂസ് ചെയ്യുന്ന പോലെ ഒരിക്കലും ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യരുത് കേട്ടോ. അതോടൊപ്പം തന്നെ ഫേസ് മാസ്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഫേസ് നല്ല രീതിക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന ക്ലെൻസർ അല്ലെങ്കിൽ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ടാവണം. അതിനുശേഷം ആ ഒരു വെള്ളമയൊക്കെ നമ്മൾ നന്നായിട്ട് ഉപ്പിയെടുത്തതിന് ശേഷം വേണം ഇതേപോലത്തെ ഫേസ് മാസ്കസ് ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി. എൻ്റെ ഫേസ് ഞാൻ ഓൾറെഡി ഫേസ് വാഷ് അല്ലെങ്കിൽ ക്ലെൻസർ യൂസ് ചെയ്തിട്ട് നല്ല രീതിക്ക് ക്ലെൻസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷമാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. ഇനി ഈ ഒരു മാസ്ക് ഇതേപോലെ നമ്മുടെ സ്കിന്നിൽ ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ടൈമിൽ വേണം നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി. ഒരിക്കലും നമ്മുടെ സ്കിന്ന് വെറ്റായിട്ട് ഇരിക്കാൻ പാടില്ല കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ് എൻ്റെ സ്കിന്നിൽ. ഇതിൻ്റെ കളറാണ് കേട്ടോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ഈ പർപ്പിൾ കളർ കാണുമ്പോൾ തന്നെ ആർക്കാണെങ്കിലും ജസ്റ്റ് ഇതൊന്ന് നമ്മുടെ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി തോന്നും. അതോടൊപ്പം തന്നെ ആപ്ലിക്കേറ്റർ ഉണ്ട് കേട്ടോ. ഈ ആപ്ലിക്കേറ്റർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ മാസ്ക് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ ഭയങ്കര ഈസിയാണ് കേട്ടോ. നല്ലൊരു അമേസിങ് ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. നമ്മുടെ ഫേസിൽ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ളൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട് കേട്ടോ. 75 ഗ്രാം ഓഫ് പ്രൊഡക്റ്റിന് വരുന്ന പ്രൈസ് 545 രൂപയാണ്. ഇവിടെ വ്യൂ പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ ഈസി ആയിട്ട് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽ ഒക്കെ. ഇതിന് ചെറിയ പാക്കൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. കാണുമ്പോൾ തന്നെ നല്ല രസമുണ്ടല്ലേ. ഇനി നമുക്ക് ഈവൻ ആയിട്ട് നമ്മുടെ ഫേസ് ഓവറോൾ സ്പ്രെഡ് ഓവർ ചെയ്യാം. ഈ മാസ്കിൻ്റെ പേര് തന്നെ ദ സ്റ്റണ്ണർ സ്കിൻ റേഡിയൻസ് മാസ്ക് എന്നാണ് കേട്ടോ. നല്ല രീതിക്ക് പോഴ്സ് ക്ലെൻസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ടോണൊക്കെ ഒന്നുകൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാനും ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ സഹായിക്കുന്നുണ്ട്. അതിന് കാരണം ഇതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് ബ്രസീലിയൻ പർപ്പിൾ ക്ലേ, കയോലിൻ ക്ലേ, ലാക്റ്റിക് ആസിഡ് ഒക്കെയാണ് അടങ്ങിയിട്ടുള്ളത്. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആണ് കേട്ടോ. അങ്ങനെ ഫേസ് ഓവറോൾ നമ്മൾ ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്തപ്പം എനിക്കിതിൻ്റെ ടെക്സ്ചർ വൈസ് തോന്നി ഭയങ്കര ക്രീമി ആൻഡ് സ്മൂത്ത് ആയിട്ടുള്ള ഒരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ നൽകുന്ന നല്ലൊരു മാസ്ക് ആണ് കേട്ടോ. അതോടൊപ്പം തന്നെ നമുക്ക് അപ്ലൈ ചെയ്യുമ്പം ഭയങ്കര ഈസി ആയിട്ട് അപ്ലൈ ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ഭയങ്കര എന്താ പറയുക, ചില മാസ്ക് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കട്ട പിടിച്ച പോലത്തെ എഫക്റ്റ് ഉണ്ട്. ഇതങ്ങനെയല്ല. ആ ഒരു ടെക്സ്ചർ വൈസ് ഭയങ്കര ക്രീമി ടെക്സ്ചറാണ് കേട്ടോ. ആ ഒരു കൂളിംഗ് എഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് നല്ലൊരു റിഫ്രഷ്ഡ് ആയിട്ടുള്ള ഒരു ലുക്ക് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അതോടൊപ്പം തന്നെ ഭയങ്കര സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആക്കുന്നുണ്ട്. 10 to 15 മിനിറ്റ് ആണ് പറയുന്നത്. ഇനി നമുക്ക് വാഷ് ഓഫ് ചെയ്യാം വെയിറ്റ് ചെയ്തിട്ട്. അങ്ങനെ നമ്മുടെ മാസ്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി വാഷ് ഓഫ് ചെയ്ത് വരാം. അപ്പം നമുക്ക് ലൈവായിട്ട് റിസൾട്ട് എങ്ങനെയാണ് ആ ഒരു ഗ്ലോയിങ് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഞാൻ ഇവിടെ കാണിച്ചു തരാം കേട്ടോ നിങ്ങളെ. ഫേസ് വാഷ് ഓഫ് ചെയ്ത് വന്നപ്പം എനിക്ക് റിസൾട്ട് ചെയ്യാൻ പറ്റിയത് സ്കിൻ നമ്മൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഓൾറെഡി ഈ ഒരു മാസ്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു റേഡിയൻസ് നമ്മുടെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാസ്ക് ആണെന്ന്. ശരിക്കും നല്ലൊരു ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്ലോയിങ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വിത്ത് നോ ഇറിറ്റേഷൻ, യാതൊരുവിധ ഇറിറ്റേഷൻസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല കേട്ടോ. ഇതെല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും. ആർക്കും യൂസ് ചെയ്താൽ വലിയ ഇറിറ്റേഷൻസോ അല്ലെങ്കിൽ റെഡ്നെസ് ഒന്നും ഒക്കർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ.
മറ്റു മാസ്കുമായിട്ട് കമ്പാരിസൺ ചെയ്തപ്പം എനിക്ക് റിസൾട്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം, ഇത് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, അതോടൊപ്പം തന്നെ നോൺ സ്റ്റിക്കിയാണ് കേട്ടോ. പിന്നെ അപ്ലൈ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ എന്ത് മാസ്ക് അപ്ലൈ ചെയ്താലും നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ സ്കിന്നിൽ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതിന് ഞാൻ ഇവിടെ എടുക്കുന്ന ഫോക്സ്റ്റൈലിൽ തന്നെ ഈ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അപ്പോൾ മോയ്സ്ചറൈസർ നീഡഡ് ക്വാണ്ടിറ്റി എടുത്തിട്ട് എൻ്റെ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മാസ്ക് നമ്മൾ വീക്കിലി ഒരു 2 or 3 ടൈംസ് ഒക്കെ നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒരു 10 to 15 മിനിറ്റ് മാത്രം വെയിറ്റ് ചെയ്താൽ മതിയല്ലോ. ഭയങ്കര ഈസിയാണ്. അത്രയും മിനിറ്റ് നമുക്ക് എന്താണെങ്കിലും ഒരുപാട് ടൈമൊന്നും അല്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും അമേസിംഗ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും കേട്ടോ. പിന്നെ അഫോർഡബിൾ പ്രൈസ് ആണ്. 545 രൂപ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പ്രൊഡക്റ്റിന് നമ്മൾ മുടക്കുന്നത് അത്ര എമൗണ്ട് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ശരിക്കും നമ്മൾ ആ ഒരു എമൗണ്ട് കൊടുത്ത് വാങ്ങിച്ചാൽ വേർത്താണ് കേട്ടോ. ഈ മാസ്ക് ഇഷ്ടപ്പെടാനുള്ള മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഇതൊരു ഡീ ടാൻ ഫേസ് മാസ്ക് ആണ് കേട്ടോ. ടാനിങ് ഒക്കെ നന്നായിട്ട് റിഡ്യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. നമ്മൾ ജോലിക്കൊക്കെ പോയി കഴിയുമ്പോൾ നമുക്കറിയാം എത്രയൊക്കെ നമ്മൾ കെയർ ചെയ്താലും സൺലൈറ്റിൻ്റെ ആ ഒരു എക്സ്പ്ലോഷർ കൊണ്ടിട്ട് നമ്മുടെ സ്കിന്നിൽ ടാൻ എങ്ങനെയെങ്കിലും വരും നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്താൽ കൂടെ. അങ്ങനെ നമ്മുടെ സ്കിന്നിൽ അല്ലെങ്കിൽ നമ്മുടെ ഫേസിലൊക്കെ ഒക്കർ ചെയ്യുന്ന ടാനൊക്കെ നമുക്ക് മറ്റൊരു വേയിലൂടെ കളയണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഒരു ഫേസ് മാസ്ക് നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങിച്ച് ട്രൈ ചെയ്യുക കേട്ടോ. നമുക്ക് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇത് അപ്ലൈ ചെയ്താൽ തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നുണ്ട്. വെറുതെ അല്ല ഇത് ഇന്ത്യാസ് വൈറൽ ആയിട്ടുള്ള ഒരു ഫേസ് മാസ്ക് ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും അമേസിംഗ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. അപ്ലൈ ചെയ്യാൻ ആ ഒരു ആപ്ലിക്കേഷൻ വൈസ് ആ ഒരു വൈബ്രൻ്റ് ആയിട്ടുള്ള നമ്മുടെ പർപ്പിൾ കളറൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യാനും ഇഷ്ടപ്പെടും. പിന്നെ സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് നന്നായിട്ടൊന്ന് നമ്മുടെ സ്കിന്നിനെ ഒന്ന് കാമൊക്കെ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതേപോലത്തെ ഫേസ് മാസ്ക് ഒക്കെ നമ്മൾ യൂസ് ചെയ്തിട്ട് നന്നായിട്ട് തന്നെ കണ്ടെയ്നർ അടച്ച് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ ഇതിൽ എയറൊക്കെ കയറിയിട്ട് പ്രൊഡക്റ്റ് ഡാമേജ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇത് നമ്മൾ റൂം ടെമ്പറേച്ചറിൽ വേണം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ സൺലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് എമിറ്റ് ചെയ്യുന്ന ഏരിയയിലൊന്നും കൊണ്ട് വെക്കരുത്. അത് നിങ്ങളൊന്ന് കെയർ ചെയ്യണം കേട്ടോ. കൂൾ ആൻഡ് ഡ്രൈ പ്ലേസിൽ അതോടൊപ്പം തന്നെ ഷെൽഫിലൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ലീവ് സ്കിൻ ഫീലിംഗ് റെജുവനേറ്റഡ് ആൻഡ് സോഫ്റ്റ്. അതോടൊപ്പം തന്നെ ജെൻറ്റിൽ എറ്റ് എഫക്റ്റീവ് അറ്റ് ഡീപ്പ് ക്ലീനിങ് ആൻഡ് ഡീടോക്സിഫൈങ് പോഴ്സൊക്കെ നല്ല രീതിക്ക് തന്നെ ക്ലെൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇന്നത്തെ നമ്മുടെ ഫോക്സ്റ്റൈലിൻ്റെ ഈ ഒരു ഡീ ടാൻ ബ്രൈറ്റനിങ് ഫേസ് മാസ്കിനെ കുറിച്ചിട്ടുള്ള റിവ്യൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത്യാവശ്യം വേണ്ട ഇൻഫോർമേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. പിന്നെ ഒരു കാര്യമുണ്ട്, ഈ ഒരു മാസ്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഭയങ്കര തിൻ ലെയറായിട്ട് അപ്ലൈ ചെയ്യരുത് കേട്ടോ. അത്യാവശ്യം തിക്ക് ലെയറായിട്ട് അപ്ലൈ ചെയ്യണം. എങ്കിൽ മാത്രമുള്ള ആ ഒരു ഫേസ് മാസ്കിൻ്റെ എക്സാക്റ്റ് റിസൾട്ട് നമ്മുടെ സ്കിന്നിൽ വിസിബിൾ ആവുള്ളൂ.